കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ സ്വമേധയാ എടുത്ത കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. സംസ്ഥാനത്തെ സാഹചര്യം വിശദീകരിക്കാൻ ഗവർണർ രാഷ്ട്രപതിയെ കാണും. വിഷയത്തിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ വിസ്മയ നൽകും. വിസ്മയ, ഡോക്ടർമാരുടെ പ്രതിഷേധം ഒരു ഭാഗത്ത് ശക്തമായി തുടരുന്നു. അതോടൊപ്പം തന്നെയാണ് സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നത്. ഇന്ന് എപ്പോഴാണ് ഈ കേസിന്റെ ഒരു പരിഗണന സുപ്രീം കോടതിയുടെ പട്ടികയിൽ ഉള്ളത്? അതോടൊപ്പം തന്നെ ഗവർണർ രാഷ്ട്രപതിയെ കാണുന്നതിന്റെ ഒരു സാഹചര്യം. ലിബീഷ്, കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിയിൽ ട്രെയിനി ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ രാജ്യവ്യാപകമായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കേസിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു. ഈ കേസിലെ ആദ്യ വാദമാണ് ഇന്ന് സുപ്രീം കോടതി കേൾക്കുന്നത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, അതുപോലെ തന്നെ ജസ്റ്റിസുമാരായ ജബി പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇന്ന് ഈ ഒരു കേസിൽ വാദം കേൾക്കുന്നത്. ഇന്ന് രാവിലെ 9:30 സുപ്രീം കോടതിയിൽ ഈ കേസിൻ്റെ വാദം നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡോക്ടർമാരുടെ സമരം ഒരാഴ്ച പിന്നിടുമ്പോൾ രാജ്യത്ത് ഉടനീളം ആരോഗ്യ സേവന രംഗങ്ങളിൽ വലിയ തടസ്സങ്ങളാണ് നടക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഡോക്ടർമാരുടെ സമരം നീളുകയും അത് ആരോഗ്യരംഗത്തെ കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ കേന്ദ്ര ആശുപത്രികളിൽ സുരക്ഷ 25% വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതിനു മുന്നേ അനുമതി നൽകിയിരുന്നു. ഡോക്ടർമാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന ഒരു ആവശ്യം ഉയർന്നതിന് പിന്നാലെയായിരുന്നു ഈ ഒരു നടപടി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്ന് ബംഗാളിലെ സാഹചര്യം വിശദീകരിക്കുന്നതിനായി ഗവർണർ CV ആനന്ദബോസ് ഇന്ന് രാഷ്ട്രപതിയെയും അതുപോലെ അമിത്ഷായെയും സന്ദർശിക്കും. അതുപോലെ ഇന്നലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി സമരം ചെയ്യുന്ന ഡോക്ടർമാർ ഒരു ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഇത് പരാജയപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുൻപിൽ ഒരു സമാന്തര OP നിർമ്മിച്ച് സമരവും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഡോക്ടർമാരുടെ തീരുമാനം. ലിബീഷ്. ശരി വിസ്മയ.